ഒരു പ്രാവശ്യം വരച്ചതാണെങ്കിലും നമുക്കിതൊന്ന് ഒന്നുകൂടെ വരയ്ക്കാം അല്ലേ? ഇതുപോലെയുള്ള ഡ്രോയിങ്ങുകളുടെ ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് കണ്ട ഇതെങ്ങനെയാ തുടങ്ങിയതെന്ന് പോലും മനസ്സിലാവില്ല. ഈ ഡ്രോയിങ്ങിൽ ഒരു മാജിക് ഉണ്ടെന്ന് കൂടെ പറയാട്ടോ. അതായത് ഇതിൽ നമ്മൾ ആദ്യം വരച്ച ലൈൻസ് ഒക്കെ ഇൻവിസിബിൾ ആവുമെന്ന്. ശരിക്കും ആ ലൈൻസ് ഒന്നും മാഞ്ഞു പോകുന്നൊന്നുമില്ല. നമ്മൾ വരച്ച് വരച്ച് വരുമ്പോഴത്തേക്കും അതുപോലെയുള്ള കോളങ്ങളൊന്നും മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. ഈ ഡ്രോയിങ് വരച്ചു കഴിഞ്ഞ് ഞാൻ ChatGPT-യോട് ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പം പേര് കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പാരാബോളിക് കർവ് പാറ്റേൺ. വരയ്ക്കാൻ ഇത്രയും പാടില്ലായിരുന്നു. ആ പറഞ്ഞത് ശരിയാട്ടോ. ഇത് വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. കാണുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ട് തോന്നിയാലും ഇതാരെ കൊണ്ടും എളുപ്പം വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. ഇതുപോലത്തെയൊക്കെ ആർട്ട് വരയ്ക്കണമെന്നുള്ളവർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു പാറ്റേൺ ആണിത്. വരയ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് വരയ്ക്കണമെന്നറിയാതെ മടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ പേനയും പേപ്പറും എടുത്ത് ഈ ഡ്രോയിങ് ഒന്ന് വരച്ച് തുടങ്ങിക്കോ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഈ വലിയ പേരുള്ള ചെറിയ ആർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കില്ലല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.